നമസ്കാരം. പോലെ 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 സ്കിപ്പ് ചെയ്താരും പോലെ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടതിന് ശേഷം മാത്രം പോയാൽ മതി. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ് അല്ലേ? എവിടെയും എല്ലായിടത്തും ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും എല്ലായിടത്തും മലയാളികളുണ്ടാവും. എന്നാൽ മലയാളികളെ പറ്റിക്കാനായിട്ടൊരു ടീമുണ്ട് ഇല്ലേ? എന്ത് കേട്ടാലും ചാടി വീഴുന്ന ആളുകളാണല്ലോ നമ്മൾ. നമുക്കൊരു ഓഫർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഫറിന് പോയി, വില കുറച്ച് കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് പോയി. അതുപോലെ തന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ഒരു സൈബർ ടീം തന്നെ ഉണ്ട്. ഈ ടീം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ എന്താവും, അത് കേൾക്കാനും തയ്യാറല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന തന്നെ നിങ്ങളാരെങ്കിലും മുഴുവൻ കേൾക്കുമോ? ഇല്ല. ഇത് എന്താണെന്ന് ഇതിൻ്റെ കാര്യമായിട്ടുള്ള സംഭവം എന്ന് പോലും നിങ്ങളാരും കേൾക്കാൻ പോലും ആരും തയ്യാറാവില്ല. അതാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടാതെ നിങ്ങൾ ജീവിക്കാം. നമ്മളെ വാച്ച് ചെയ്ത് ഓൺലൈനിലൂടെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് ചില സമയത്ത് കോൾ വരും, നിങ്ങൾക്ക് ലോൺ ഉണ്ട്, ലോൺ റെഡി ആയിട്ടുണ്ട്, എത്ര രൂപ ലോണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ശരി, ഓക്കെ, എനിക്കിപ്പോൾ ലോൺ വേണ്ട, പൈസ വേണ്ടെന്ന് ഒഴിവാലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ഓൺലൈനിലിടുന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ ചില സമയത്ത് കോളുകൾ വരും, നിങ്ങളാണ് വിന്നർ, നിങ്ങൾക്ക് 10 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്ര രൂപ ബാങ്കിൽ അടക്കണം, എങ്ങനെ പറഞ്ഞിട്ട് കോളുകളായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും മാറ്റം വന്ന് നമ്മുടെ വീട്ടിലോട്ട് ലെറ്റർ മുഖാന്തരമാണ് ഇതേപോലത്തെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ അഡ്രസ്സിലൊരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മളത് ആദ്യം സത്യം തന്നെയാണെന്ന് കരുതിയിട്ട് നമ്മളെ പാൻ കാർഡും ആധാർ കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വിട്ടുകൊടുക്കും, ഇത് സത്യമാണെന്ന് കരുതിയിട്ട്. എന്നാൽ നമ്മളെ വഞ്ചിക്കുകയാണ്, നമ്മളെ ഇവർ ചൂഷണം ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സ്വയം ബുദ്ധി വേണം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത് തീരുമാനിക്കുക എന്താണ് ഇതിൻ്റെ സത്യം എന്നുള്ളത്. വീഡിയോ ആണ്. അപ്പോൾ താണ്ടെ നിങ്ങളുടെ വീട്ടിലേക്കും വരാം ഇതുപോലെ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ. അപ്പോൾ താണ്ടെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും പറ്റിക്കപ്പെടാം. അപ്പോൾ താ കണ്ടല്ലോ, ഇത് മീഷോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ താണ്ടെ ഇതിനകത്ത് ഒരു കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലക്കി ഡ്രോ എന്നൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്, കണ്ടില്ലേ? അപ്പം മീഷോ ലക്കി ഡ്രോ 1 ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 2024 എന്ന് പറഞ്ഞാണ് നമുക്കിത് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് നമ്മുടെ ഒരു സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് 9,50,000 രൂപ പ്രൈസ് അടിച്ചു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടെ കാണാം. അപ്പോൾ അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇതാണ്ട് ഇതിനകത്ത് താണ്ടെ ഇവരെ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രജിസ്റ്റേർഡ് ലെറ്റർ ആകുമ്പം നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, കാര്യം രജിസ്റ്റേർഡൊക്കെ ആയിട്ട് എനിക്ക് ഇത് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രൈസൊക്കെ അടിച്ച് കാണുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ നല്ല ഒന്നാന്തരം ഉടായ്പാണേ. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. ഡിയർ കസ്റ്റമർ മീഷോ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തപ്പോൾ ഉണ്ട്. അപ്പോൾ കൂടാതെ തന്നെ കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയപ്പോൾ ഉണ്ട്. ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്നാണ് തന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വേറെ കുറേ കാര്യങ്ങൾ എഴുതിയപ്പോൾ ഉണ്ട്. ആൾ ഗവൺമെൻറ് സെൻട്രൽ സ്റ്റേറ്റ് ടാക്സസ് പ്രോസസ്സിംഗ് ഫീസ് എന്നൊക്കെ കുറേ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതാണ്ട് ഇതിന് തൊട്ടടിക്കാണ്ട് നിങ്ങൾക്ക് കാണാം ഒരു അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു കോളവും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ബാങ്ക് ഹോൾഡർ നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, മറ്റു കാര്യങ്ങൾ, IFSC കോഡ്, ബ്രാഞ്ച് നെയിം, ബാങ്ക് നെയിം, നമ്മുടെ ആധാർ നമ്പർ, നമ്മുടെ പാൻ നമ്പർ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതാണ്ട് അതിനകത്തൊരു നമ്പറും കൊടുത്തപ്പോൾ ഉണ്ട്. ഇതിൽ 15 ദിവസത്തിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്യ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ മീഷോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്, അല്ലെ മീഷോ എന്ന് പറയുന്ന വലിയൊരു സൈറ്റിൽ നിന്നാണ് നമുക്കിത് വന്നിട്ടുള്ളത്. അപ്പം 9,50,000 രൂപ അടിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരനാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്തായാലും മീഷോ ഇത്ര രൂപയ്ക്ക് അടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് ഇവർ പറയുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ല അവർ വന്ന വാട്സപ്പ് നമ്പറിലോട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫുള്ള് ബാങ്ക് അക്കൗണ്ടും നമ്മുടെ ആധാർ കാർഡ് നമ്പറും നമ്മുടെ പാൻ നമ്പർ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം അവരെ കയ്യിലോട്ട് എത്തും. എന്നിട്ട് പിന്നെ അവർ പറയാൻ അറിയോ, നമുക്ക് ഈ പേയ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, കാര്യം ഇത് ഇവിടുത്തെ പ്രോസസ്സിങ് ചാർജും നമ്മുടെ എന്താണ് ടാക്സ് അടയ്ക്കേണ്ട പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാണ് ഇവർ ഈ പേയ്മെൻറ്റ് നമ്മളെ കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന അക്കൗണ്ടിലോട്ട്
നമ്മൾ കാര്യങ്ങളൊക്കെ പൈസയൊക്കെ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ നിന്ന് കുദാഹഫ. അപ്പം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് അവസ്ഥ, നമ്മുടെ നാട്ടിലെ അവസ്ഥ. നമ്മളെ തേടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇത് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇല്ല, നമ്മൾ വീണ്ടും ചെയ്യും. നമുക്ക് പണം കിട്ടില്ലേ, 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും KYC മൊത്തം കൊടുക്കും. എന്നിട്ട് നമ്മളൊരു OTP വരും, അത് പറഞ്ഞു വരെ നമ്മൾ പറഞ്ഞു കൊടുക്കും. 10 ലക്ഷം, 5 ലക്ഷം, 30,000, 50,000 അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും അവരടിച്ച് മാറ്റി പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോണത് അല്ലേ? സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ പോലീസുകാർ പറയും ഇത് സൈബറാണ്, അക്രമം സൈബറിലൂടെ ചെയ്യണം എന്നറിയും. എന്നാൽ ഒരു പോലീസുകാരൻ വന്നിട്ട് നിങ്ങളോട് ഒരു കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ പോവോ? ഒരു ഹെൽത്തിൻ്റെ കാര്യങ്ങൾ വരുന്ന തിരക്കാണ്. നമുക്ക് ആർക്കും ടൈം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. എവിടെ ടൈം? ആർക്കും ടൈമില്ല. എന്നാൽ എന്താ പണി? ഒരു പണിയില്ല. പണ്ട് സുരാജ് വെഞ്ഞാറുകൂടി പറഞ്ഞാൽ അവർ ജോലി ഇട്ടിട്ടാണ് ലീവ് ആക്കണമെന്ന് പറഞ്ഞ ടീമാണ് നമ്മൾ. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പോലീസുകാരൻ റോട്ടിൽ നിന്നിട്ട്, മെയിൻ റോഡിൽ നിന്നിട്ട് ജനങ്ങൾ കൂടുന്ന ക്രൗഡിൽ നിന്നിട്ട് വിളിച്ചു വരുത്താണ് ആളുകളെ, ഇവരി പോവല്ലേ, ഇതൊന്ന് കേട്ടിട്ട് പോയിക്കൊള്ളിയെന്ന്. ആ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കേട്ടിടുന്നു എന്ന് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. വന്നിട്ട് പോയാൽ മതി. ഈ നമുക്കില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടങ്ങ് വിട്ടേക്കാം. ഈ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എന്താ പറയുക, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അതെല്ലാവർക്കും ഉള്ളതാണ്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലേ? നമ്മളെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. നിയമങ്ങൾ അനുസരിക്കാൻ ആർക്കും ബാധകമല്ല, പക്ഷെ എല്ലാവർക്കും ലംഘിക്കാനാണ്. ഇത് ഒരൊറ്റ കാര്യം കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇതൊന്നും നോക്കിയേ, ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഉറക്കെ കാണില്ലേ? ഈ നമ്പർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ നോക്കിയേ. ഈ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേളം വെക്കുന്നതിൽ ഒന്ന് കേക്ക്. 1930 കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം കേട്ടോ, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. 1930 ഇതെന്താ പറയാ? സൈബർ ക്രൈം ടോൾ ഫ്രീ നമ്പറാണ്. നിരവധി സൈബർ ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടോട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഇതുകൊണ്ട് എല്ലായിടക്കും നടക്കുക. ഇന്നലെയും പത്രത്തിൽ 20 ലക്ഷം രൂപ ഒരു പയ്യനെ നഷ്ടപ്പെട്ടു. 20 ലക്ഷം രൂപ, 10.85 കോടി രൂപയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മാത്രമായിട്ട് നഷ്ടപ്പെട്ടേക്കുന്നത്. ഈ സൈബർ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ട നമ്പറാണിത് 1930 ടോൾ ഫ്രീ നമ്പർ. ഇതെന്തിനാ ഇങ്ങനെ എഴുതിക്കൊണ്ട് നടക്കുന്ന അറിയാമോ? ഞങ്ങൾക്ക് തലയിൽ കൂടെ വണ്ടി വിടുന്നുണ്ടല്ല. കാരണം എന്താ, ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് നിൽക്കും. ഒരാൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കും. 1930 1930 ഈ ടോൾ ഫ്രീ നമ്പറാണ്. ഈ സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് സൈബർ ക്രൈം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൈമും, എല്ലാ പ്രവൃത്തികളും സൈബർ ക്രൈമിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാറും പാൻ കാർഡും ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കും. വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകണ്ടേ? അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ OTP വന്നിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കാൻ പറയും. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ എന്താ പറ്റുന്നേ? നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ല ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ പോകണം. രണ്ടാമത്തെ ഒരു സംഭവമാണ് ഈ സിം. ചെറുപ്പക്കാർക്കെല്ലാം അറിയാം, നിങ്ങളുടെ എല്ലാ സിം ഈ സിം ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ? വിളിക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ട്, വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ സിം ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ സിം ആക്കിയാലുള്ള കുഴപ്പം എന്താണ്? നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സിം ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വരും. ആ OTP വന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറഞ്ഞു കൊടുത്താലോ ഈ സിം ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ആരാണോ ചോദിക്കുന്ന അയാൾക്ക്, എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത്. ലോൺ ആപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഇല്ലാത്തവരുണ്ട് കേവും? കൊച്ചു പിള്ളേർ മാത്രമാണ് ഇല്ല അല്ലേ? ഈ വാട്സാപ്പ് ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ധാരാളം ലോൺ തരാമെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടോ? കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ആരെങ്കിലും അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ? ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് എന്താണ്? അതിനകത്തൊരു KYC ഫില്ല് ചെയ്യാൻ പറയും. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും. അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യും. അടുത്തൊരു സുഹൃത്തിന്റെ ഫോൺ നമ്പർ കൂടെ കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് 16,500 രൂപ 50,000 ആവശ്യത്തിനുള്ളത് അവർ 6,000 രൂപ അവരുടെ പിന്നെ പ്രിലിമിനറി ചെലവെടുത്തതിന് ശേഷം ഇട്ട് തരും. അടുത്ത കൃത്യം 6-ാം ദിവസമാകുമ്പോൾ
പൈസ ഇട്ട് കൊടുക്കാൻ പറയും. ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെയ്യുന്ന എന്താണ്, നിങ്ങളുടെ ആ തലയുണ്ടല്ലോ ഫോട്ടോയിലെ, ആ തല വേറെ നഗ്നമായ ബോഡിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 5 പേര് ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ വായിച്ചായിരുന്നോ? വായിച്ചു. അപ്പൊ അത് ഒരു എന്താണ്, തട്ടിപ്പാണ്. അപ്പൊ ലോൺ ആപ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്, അതിനകത്ത് കയറി ഞെക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം. ട്രേഡിംഗ് അല്ലേ, ട്രേഡിംഗ്. നേരത്തെയൊക്കെ ആടും മാഞ്ചിയവും പിന്നെ തേക്കും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ്, മണി ചെയിൻ തട്ടിപ്പും സ്വർണ്ണ ബോണ്ട് തട്ടിപ്പും ഹൈറിച്ച് തട്ടിപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രേഡിംഗ്, നമ്മുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ് പോലെ ഉള്ള തട്ടിപ്പുകളാണ്. ഇതിനകത്തൊക്കെ കയറി അതെല്ലാം ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ മുതലെടുക്കുന്നത്? നമ്മളെല്ലാം ഗ്രീഡി പീപ്പിളാണ് അല്ലേ, ആർത്തിയുള്ള ആൾക്കാരാണ്. ഒന്നിട്ട് കഴിഞ്ഞാൽ 2 കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം ചാടി വീഴും, വീഴത്തില്ലേ? എല്ലാവരും അങ്ങനെയാണ്. ഒരു കാരണവശാലും ചാടി വീഴരുത്. ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പെന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അടുത്താണ് പാൻ കാർഡ്. നമ്മുടെ പാൻ കാർഡ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്താ, ആധാറും പാൻ കാർഡും നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നിങ്ങളുടെ എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, എവിടെയൊക്കെ സ്വത്തുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഒരു കാരണവശാലും കൊടുക്കും. അടുത്താണ് ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ആധാറും പാൻ കാർഡും ലൈസൻസും പാസ്പോർട്ടും എല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റി വേറെ കാഴ്ച വെക്കാൻ നമ്മൾ പറ്റുമോ? നിങ്ങളുടെ നഗ്ന ഫോട്ടോ ഒരാൾക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുന്നവരും വണ്ടിമാരാന്ന് പറയുന്നത് ശരിയല്ലേ? പെമ്പിള്ളാരെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതാണ്. ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുക്കും. അത് ആൾക്കാർ യൂസ് ചെയ്യും. ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കളായാലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഇമെയിലിലൂടെ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറയും. ഇമെയിലിലൂടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലുള്ള എല്ലാ ഡേറ്റയും അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. മാൽവെയർ ഇന്റൻഷനോടുകൂടിയാണ് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ഫിഷിംഗ്, അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അറിയാം. ഫിഷിംഗ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മെസ്സേജുകളിലൂടെയോ കമ്മ്യൂണിക്കേഷനിലൂടെയോ നമ്മുടെ കംപ്ലീറ്റ് ബയോഡാറ്റ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ലോട്ടറി സ്കാം, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട്. വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട് 5000 രൂപ ഇട്ട് കൊടുക്കാൻ പറയും. ഇട്ട് കൊടുത്താൽ എന്താണ്, ഉജ്ജ്വലമായി പോകും ഇല്ലേ, നമ്മുടെ പൈസ പോകും. അതോടൊപ്പം തന്നെയാണ് എന്താണ്, നിങ്ങൾക്ക് ഞാൻ 5000 രൂപ ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. എനിക്ക് തലേ കൂടെ വണ്ടി വിടുന്നത് നിങ്ങൾക്ക് റമ്മി കളിക്കാൻ പൈസ ആയിട്ട് തന്നെ. അല്ലെങ്കിൽ കയറാൻ പറയും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, അതിനകത്തൂടെ നിങ്ങളുടെ തട്ടിപ്പാടും. അടുത്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. മംഗലാപുരത്ത് ഒരു വലിയ കമ്പനിയിലേക്ക് 1000 പേരുടെ വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 1000 രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറയും. 1000 പേര് 1000 രൂപ വെച്ചിട്ട് പോകുമ്പോൾ എത്ര ലക്ഷമായി? തട്ടിപ്പായില്ലേ? ഇതൊക്കെ ഓർത്തിരിക്കണം. UPI ഫ്രോഡ്. നമുക്കെല്ലാം GPay ഉണ്ട്, ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm ഒക്കെ ഉണ്ട്. അതിനകത്തൊരു ഇമെയിൽ UPI ID നമ്പർ ഉണ്ട്. അത് പറഞ്ഞു കൊടുത്താലോ പൈസ മൊത്തം അടുത്ത എന്തല്ലേ, ഇതാണ് അവസ്ഥ. ഒരു പോലീസുകാരും പറഞ്ഞിട്ടില്ല, നിങ്ങൾ അവർ ടോൾ ഫ്രീ നമ്പർ നമുക്ക് പറഞ്ഞു തരണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നിങ്ങളെ പോയിട്ട് പടുങ്കുയി ചാടരുത്. നമ്മളെ ചാടിപ്പിക്കാൻ നമ്മളെ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരന്മാർ വരെ ഉണ്ടാവും. നമുക്കറിയില്ലേ, മൾട്ടി ലെവൽ മാർക്കറ്റിങ്, അതേപോലെ തന്നെ ബിറ്റ് കോയിന്, അതേപോലെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക, ഒരു വലിയ കോടീശ്വരനാക്കിയിട്ട് ഇവർ നമ്മളെ പറ്റിച്ച് ചൂഷണം ചെയ്ത് മുങ്ങാണ് പോയി. ഒരിക്കലും ഇങ്ങനത്തെ സംഭവത്തിന് 10 പൈസ ആരും കൊടുത്തു വരരുത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. ജനങ്ങൾ അറിയട്ടെ, രക്ഷപ്പെടട്ടെ. ഈ കേൾക്കുന്ന നിങ്ങൾ രക്ഷപ്പെടും. അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും ആരും ഒരിക്കലും കൊടുത്തു വരരുത്. നിങ്ങൾ നയിച്ചുണ്ടാക്കുന്ന പൈസ ആണെങ്കിൽ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബങ്ങൾക്കും മറ്റൊക്കെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു പുതിയ ചാനൽ ഉണ്ടാക്കിയതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒരു വീഡിയോ കാണുക, അതേപോലത്തെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ കെണികളിലും ആളുകളെ ചതിയിലും വീഴാതെ നമ്മൾ നയിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ 100 രൂപയാണെങ്കിൽ ആ 100 രൂപ എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കണേ? അത് നമുക്ക് തന്നെ ഉപയോഗിച്ചൂടെ? ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.